നമസ്കാരം, ഞാൻ ഡോക്ടർ ജിക്കു. ശല്യം പേപ്പർ 2 ഏറ്റവും എളുപ്പത്തിൽ ഈ കുറഞ്ഞ സമയം കൊണ്ട് എളുപ്പം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സമയം വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ പറയുന്നത് ഏറ്റവും രത്ന ചുരുക്കമാണ് പറയുന്നത്. അപ്പോൾ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് പരീക്ഷ എഴുതാനുള്ള ഒരു ഓൾ ദി ബെസ്റ്റ് ആദ്യം തന്നെ തരട്ടെ. അപ്പൊ ഇത് ഞാൻ കുറച്ച് കാര്യങ്ങളാണ് പറയണ്ടത്. ശല്യം പരീക്ഷയുടെ കുറച്ച് പ്രത്യേകതകൾ. പേപ്പർ 2 നമുക്കറിയാം, ശല്യം പേപ്പർ 2 ചോദിക്കുന്നത് മുഴുവൻ മോഡേൺ സബ്ജക്ട്സ് ആണ് ചോദിക്കുന്നത്, നമുക്കറിയാം. അപ്പൊ ഓരോ ഡിസീസ്, ഓരോ സിസ്റ്റം വെച്ച് നമ്മൾ പഠിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ മുമ്പേ പഠിച്ചിട്ടുണ്ടാവും, എനിക്കറിയാതെ. അപ്പൊ അതിന്റെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് പറയട്ടെ. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മറ്റ് പേപ്പറുകളെക്കാളും കൂടുതൽ ചിത്രം വരയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ശല്യം പരീക്ഷയ്ക്കുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പൊ ഫ്രാക്ചർ സ്വാഭാവികമായിട്ടും 10 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിന്റെ ബേസിക് കാര്യങ്ങൾ എഴുതുന്ന കൂട്ടത്തിൽ, അപ്പൊ നിങ്ങൾ ശല്യം പേപ്പറിനെ എന്ത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഡിസീസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ വേണം, എറ്റിയോളജി വേണം, പത്തോഫിസിയോളജി വേണം, ഡയഗ്നോസ്റ്റിക് ഫീച്ചേഴ്സ് വേണം, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വേണം, ഇൻവെസ്റ്റിഗേഷൻ, മാനേജ്മെന്റ് പ്രോട്ടോകോൾ. പിന്നെ നമുക്കറിയാവുന്ന, ഇപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഡിസീസിൽ നമ്മുടെ കോളേജിൽ കൊടുക്കുന്ന ഒരു പർട്ടിക്കുലർ യോഗം ഉണ്ടാവും. ആ യോഗം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള പല ഹെഡിങ് തിരിച്ചിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടുള്ള ആൻസർ ആണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ ഞാൻ ഭഗ്നത്തിന്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ടൈപ്സ് ഓഫ് ഫ്രാക്ചർ, അതിൽ നിങ്ങൾക്ക് പറ്റുന്നതിന്റെ എല്ലാം ചിത്രം വരച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതുപോലെ ഇപ്പൊ അപ്പൻഡിസൈറ്റിസ് ചോദിക്കുമ്പോൾ മർഫീസ് ട്രയാഡ് എഴുതണം, പെയിൻ, വോമിറ്റിംഗ്, ടെമ്പറേച്ചർ. അപ്പൊ അത് പെയിൻ, വോമിറ്റിംഗ്, ടെമ്പറേച്ചർ, മർഫീസ് ട്രയാഡ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആയതുകൊണ്ട് അത് കോളം വരച്ചിടുകയും അതുപോലെ തന്നെ അത് ഒരു ട്രയാഡ് പോലെ വരച്ചിടുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഫിസ്റ്റുല ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ എനൽ കനാലിന്റെ ഒരു ചിത്രം വരയ്ക്കണം. അതിന്റെ പോലെ തന്നെ അപ്പൊ ടൈപ്സ് ഓഫ് ഫിസ്റ്റുല നിങ്ങൾ മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഗുഡ്സാൾസ് റൂളിന്റെ ഒരു ചിത്രം വരയ്ക്കാം. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് പറ്റുന്ന എല്ലാ സ്ഥലത്തും, ഇപ്പൊ ഹെർണിയ ചോദിക്കാം, ഹെർണിയ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഹെർണിയ ചോദിച്ചു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു ചിത്രം വരയ്ക്കാം. അതുപോലെ തന്നെ അപ്പൊ നിങ്ങൾ എന്തൊക്കെ ഭാഗത്ത് ചിത്രം വരയ്ക്കണം എന്നുള്ളത് നിങ്ങൾ പ്രീ പ്ലാൻഡ് ആയിരിക്കണം. അതായത് നിങ്ങൾ ഈ ദിവസങ്ങളിൽ, ഈ വരുന്ന 2-3 ദിവസങ്ങളിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ചിത്രം വരയ്ക്കേണ്ടതെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് സ്വാഭാവികമായിട്ടും അതൊന്നും മനസ്സിൽ ഓർത്ത് വേണം പോകാനായിട്ട്. പരീക്ഷയ്ക്ക് തുടങ്ങണ സമയത്ത് കൂൾ ഓഫ് ടൈമിൽ ഏറ്റവും ആദ്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് എവിടെയൊക്കെ ചിത്രം വരയ്ക്കണം എന്നുള്ളത് കൂടി ആലോചിക്കാം. അപ്പൊ എങ്ങനെ അത് പ്രസന്റ് ചെയ്യണം എന്നുള്ളത്, എന്തൊക്കെയായിരിക്കണം നിങ്ങളുടെ മനസ്സിലെ പോയിന്റ്സ് എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ നോക്കി വയ്ക്കുക. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഏറ്റവും അറിയാവുന്ന ചോദ്യമാണ് ഏറ്റവും ആദ്യം എഴുതേണ്ടത്. അറിയാവുന്ന എല്ലാ ഉത്തരങ്ങൾക്കും നിങ്ങൾ എങ്ങനെ വേണം അത് പ്രസന്റ് ചെയ്യാൻ എന്നുള്ളത് ആലോചിച്ച് വെക്കണം. അപ്പൊ പരമാവധി എഴുതി നിറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കാര്യം. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യണം. അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഹെഡിങ് വഴി പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വേണം എഴുതാനായിട്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ ഹെഡിങ്സും അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടാവണം. അഡീഷണൽ ആയിട്ട് നമുക്ക് പറ്റുന്ന യോഗങ്ങൾ ആ കൂട്ടത്തിൽ ആഡ് ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യനും മോഡേൺ എഴുതുന്നതിന്റെ ഒപ്പം തന്നെ ആയുർവേദ കോറിലേഷൻ. അപ്പൊ ഇത് കോറിലേറ്റ് ചെയ്തൊന്നും എഴുതേണ്ട ആവശ്യമില്ല. എന്താണോ നമുക്ക് അറിയാവുന്ന അതിന്റെ ആയുർവേദ ഭാഗം തീർച്ചയായിട്ടും അതുകൂടി എഴുതുക. നിങ്ങൾക്ക് ശ്ലോകം അറിയാവുന്ന മാക്സിമം ശ്ലോകങ്ങൾ ആ ആൻസറിനുള്ളിൽ കയറ്റണം. ഇടയ്ക്ക് ശ്ലോകങ്ങൾ ഉൾപ്പെടുത്തി മാറി മാറി എഴുതി പോവുക. ചിലപ്പോൾ ചില ആൻസേഴ്സിൽ നമുക്ക് മുഴുവൻ പഠിക്കാൻ പറ്റില്ല, ശ്ലോകം എഴുതാൻ പറ്റാത്ത ആൻസർ വന്നാൽ മാക്സിമം സാൻസ്ക്രിറ്റ് ടെർമിനോളജി ഉപയോഗിച്ച് വേണം ആ ആൻസർ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരീക്ഷയുടെ തലേദിവസം രാവിലെ നമ്മുടെ സിലബസ് എടുത്തു വെച്ച് നിങ്ങളുടെ കയ്യിൽ നോട്ടുണ്ടെങ്കിൽ ആ സിലബസ് മുഴുവൻ ഒന്ന് റീഫ്രഷ് ചെയ്ത് പോകണം. അത് പിറ്റേ ദിവസം എന്ത് പരീക്ഷ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടാൻ വളരെ പ്രധാനമാണ്. ഇനി നോട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് ഒരു ക്വിക്ക് റിവിഷൻ ആണ് ഞാൻ പറയുന്നത്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഒരു സിലബസ് പോയിന്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് നോക്കി തീരുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് നോക്കി തീർക്കുക എന്നുള്ളത് പരീക്ഷയ്ക്ക് കോൺഫിഡൻസ് കിട്ടാനും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, നിങ്ങൾ നന്നായി പഠിച്ച ചോദ്യങ്ങൾക്കും ഇനി നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഭാഗങ്ങൾ വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ, അതായത് എല്ലാത്തിനെ പറ്റി ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വലിയ പ്രയോജനം ചെയ്യും. അടുത്ത കാര്യം, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഈ പാറ്റേൺ മാറാതെ, അതിന് ആദ്യം എസ് ആണ് ചോദിച്ചിട്ടുള്ളത്, അതിൽ ഏറ്റവും അറിയാവുന്നത് ആദ്യം എഴുതുക. പിന്നെ 10 മാർക്കിന്റെ ഏറ്റവും അറിയാവുന്നത് ആദ്യം എഴുതുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മാർക്കിന്റെ ഞാൻ സൂചിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ക്വസ്റ്റ്യന്റെ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തു പോവാ. 1 10 എഴുതി, പിന്നെ 5 എഴുതി, പിന്നെ 3 എഴുതി പോവാതെ അതെല്ലാം ഒരു പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ അത് എഴുതാനുള്ള സമയം അത് വളരെ പ്രധാനമാണ്.
സ്വാഭാവികമായിട്ടും 10 മാർക്കിൻ്റെത് നിങ്ങൾ ഒരു 18 മിനിറ്റ് 20 മിനിറ്റിൽ തീർക്കുക, 5 മാർക്കിന്റെ 9 മിനിറ്റ് 10 മിനിറ്റിൽ തീർക്കുക, 3 മാർക്കിന്റെ 4 മിനിറ്റ് 5 മിനിറ്റിൽ തീർക്കുക. അത് എത്ര അറിയാവുന്നതാണെങ്കിലും അത്ര സമയം കൊണ്ട് എഴുതി തീർത്താലേ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റിനും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ക്വസ്റ്റിനും അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളത് ചിലപ്പോൾ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ സബ് ഡിവിഷൻ കൊടുത്ത് തന്നെ എഴുതണം. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഭഗ്നം ചോദിച്ചു, ജനറലി ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, ഭഗ്നം സ്റ്റാർട്ട് ചെയ്യുക. ഭഗ്നം എന്താണെന്ന് എഴുതി, അത് കഴിഞ്ഞിട്ട് ഭഗ്നത്തിന്റെ ക്ലാസിഫിക്കേഷൻ എഴുതി. ക്ലാസിഫിക്കേഷൻ നമ്മൾ സ്വാഭാവികമായിട്ടും ബേസ്ഡ് ഓൺ എറ്റിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് സുശ്രുതത്തിൽ പറയുന്നത്. പതന പീഡന പ്രഹാര ആക്ഷേപണ വ്യാളമർദർശന പ്രഭൃതി. അത് അതേ രീതിയിൽ ആൻസർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി അതിന്റെ താഴത്തോട്ട് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൽ ഉൾപ്പെടുത്താനുള്ള മറ്റു കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഇൻ റിലേഷൻ വിത്ത് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, ടൈപ്സ് ഓഫ് ഫ്രാക്ചർ, അതെല്ലാം ഉൾപ്പെടുത്തി. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എഴുതുമ്പോൾ മോഡേൺ ക്ലിനിക്കൽ ഫീച്ചറും എഴുതണം, അതുപോലെ തന്നെ ആയുർവേദിക് ക്ലിനിക്കൽ ഫീച്ചേഴ്സും എഴുതണം. ഇനി അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് ഇൻവെസ്റ്റിഗേഷൻസ് ഉപയോഗിക്കണം എന്നുള്ളത് സ്വാഭാവികമായിട്ട് എക്സ്റേ ആണ് എഴുതുന്നത്, സ്വാഭാവികമായിട്ട് കൂടുതൽ എടുക്കുന്നത്. ഇനി അതല്ല ന്യൂറോ ഇമേജിംഗ് ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അത് ഉൾപ്പെടുത്തണം. പിന്നെ അതിന്റെ ജനറൽ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസിലോട്ട് പോകണം. അതുപോലെ ആയുർവേദത്തിലുള്ള ടൈപ്സ് ഓഫ് ഫ്രാക്ചർ കൂടി ഉൾപ്പെടുത്തണം. പ്രോഗ്നോസിസിന്റെ കാര്യം എഴുതണം. ട്രീറ്റ്മെന്റിലോട്ട് പോകുമ്പോൾ അത് റിഡക്ഷൻ, റിട്ടൻഷൻ, റീഹാബിലിറ്റേഷൻ, അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ടോപ്പിക് സബ് ഡിവൈഡ് ചെയ്ത് വീണ്ടും ഉള്ള ഓർഡറിൽ തന്നെ എഴുതി പോകണം. ഇതിപ്പോ ഏത് എസ്സേ ആണെങ്കിലും നിങ്ങൾ ഈ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം നിങ്ങൾ ഓർക്കണം. ഓക്കെ, 10 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ചോദ്യങ്ങൾ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻട്രൊഡക്ഷൻ എഴുതി അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് വഴി വേണം ഉത്തരത്തിലോട്ടെത്താൻ. അതേ സമയത്ത് 3 മാർക്കിന്റെ എഴുതുമ്പോൾ ഡയറക്റ്റ് ആൻസർ ആയിരിക്കണം. ഒരിക്കലും അതിൽ എക്സ്ട്രാ പോയിന്റ്സ് എഴുതി സമയം കളയരുത്. ഇനി നിങ്ങൾക്ക് ഒട്ടും അറിയാൻ പാടില്ലാത്തതാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതാം 3 മാർക്കിന്റേത്. പക്ഷെ 3 മാർക്കിന്റെ ഡയറക്റ്റ് ആൻസർ പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഏത് ടോപ്പിക് ആണെങ്കിലും ഈ 10, 5, 3 ഏതാണെങ്കിലും സ്വാഭാവികമായിട്ടും ആയുർവേദ കോറിലേഷനും മോഡേൺ കോറിലേഷനും രണ്ടും ഉൾപ്പെടുത്തി വേണം എഴുതാനായിട്ട്. 10 മാർക്കിന്റെ 5 മാർക്കിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ ഹെഡിങ്സും ശല്യതന്ത്രത്തിന്റെ പേപ്പറിൽ വരണം. 3 മാർക്കിന്റേതാവുമ്പോൾ ഡെഫിനിഷൻ, ഡയഗ്നോസിസ്, മെയിൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഇത്തരം സംഭവങ്ങൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയാൽ മതി. എപ്പോഴും ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം നിങ്ങൾ കവർ ചെയ്ത് എഴുതി പോകാന്നുള്ളതാണ്. നിങ്ങളുടെ ഷീറ്റ് നിറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യം. ഇപ്പൊ 10 മാർക്കിന്റെ എഴുതുമ്പോൾ ഒരു 5 പേജ് വരുന്ന രീതിയിൽ, 5 മാർക്കിൻ്റെത് ഒരു 4 പേജെങ്കിലും വരുന്ന രീതിയിൽ, അതുപോലെ ഒരു 3 പേജെങ്കിലും വരുന്ന രീതിയിൽ, അതുപോലെ തന്നെ ഇപ്പം 3 മാർക്കിന്റെ ചോദ്യമാകുമ്പോൾ 1 2 ഷീറ്റ് വരുന്ന രീതിയിൽ വേണം കവർ ചെയ്യാനായിട്ട്. ഇനി അതിന്റെ കൂടെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ് നിങ്ങൾ മാർക്ക് ചെയ്ത് ഒരു കോളത്തിലാക്കി ഇടണം. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോളത്തിൽ തന്നെ വരണം, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ചിത്രം വരയ്ക്കണ കാര്യം. എല്ലാ ക്വസ്റ്റ്യനിലും നിങ്ങൾ ചിത്രം വരയ്ക്കണ കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്ലോകം എഴുതുമ്പോൾ അത് ഏത് ബുക്കിലെയാണ്, കൂടുതലും നമ്മൾ സുശ്രുതം തന്നെയാണ് എഴുതണേ. അപ്പൊ ശ്ലോകം നമ്പർ ഒന്നും വേണ്ട, ഈ ടെസ്റ്റിലെ ശ്ലോകമാണ്, അതായത് ഇന്ന ടെസ്റ്റിലെ സുശ്രുതത്തിലെ ശ്ലോകമാണെന്ന് എഴുതുക. അതെന്താ അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി അഡീഷണൽ ഇപ്പൊ ബന്ധം ചോദിച്ചു കഴിയുമ്പോൾ ഉത്സംഖ്യ ബന്ധം നിങ്ങൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് വാഗ്ഭടന്റെ എക്സ്ട്രാ പോയിന്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഭഗ്നത്തിലെ സവർണ ഭഗ്നം ആവരണ ഭഗ്നം ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അത് മാധവദാനത്തിലെ എക്സ്ട്രാ പോയിന്റ് ആണ്. അതപ്പോ ആ ടെസ്റ്റ് തന്നെ എഴുതി പോകുന്നത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. ഒരു പുതിയ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് തുടങ്ങുമ്പോൾ പുതിയ പേജിൽ തുടങ്ങുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം തന്നെയാണ്, കൂൾ ഓഫ് ടൈമിൽ നമുക്ക് അറിയാത്ത ചോദ്യത്തെ പറ്റി ആലോചിക്കരുത്. നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ചോദ്യങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യാം, എസ്സേ മാത്രമല്ല എല്ലാ ചോദ്യങ്ങളും 5 മാർക്കിന്റെ 3 മാർക്കിന്റെ ആലോചന, അത് ഞാൻ ആ പറഞ്ഞ ഹെഡിങ്ങോട് കൂടി ചിത്രം വരയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷ എഴുത്ത് വളരെ ഭംഗിയായിരിക്കും. പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ യോഗം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോ പറഞ്ഞ പോലെ മുറിവണ്ണ, നാഗരാതി ലേപം, ഗുഗ്ഗുലു പഞ്ചബല ചൂർണം, ജാത്യാധികൃതം, ഈ യോഗങ്ങൾ നിങ്ങൾ പറ്റുന്ന സ്ഥലങ്ങളിൽ, അതുപോലെ നമ്മൾ കോമൺലി OP-യിൽ ഉപയോഗിക്കുന്ന കഷായങ്ങൾ, ഈ ഡിസീസിൽ ഇന്ന മെഡിസിൻ നമ്മൾ ഉപയോഗിക്കുന്ന നമുക്കറിയാം. അപ്പൊ അത്തരത്തിലുള്ള 1 2 മെഡിസിൻ, എല്ലാ മെഡിസിനും എഴുതരുത്, 1 2 മെഡിസിൻ. അപ്പൊ മാക്സിമം നിങ്ങൾ എല്ലാ സ്ഥലത്തും പറ്റുന്ന രീതിയിൽ ശ്ലോകം എഴുതാനുള്ള ഒരു ശ്രദ്ധ കൂടി വയ്ക്കുക. കഴിഞ്ഞ 3 കൊല്ലം ചോദിച്ചിട്ടുള്ള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും അതിന്റെ അപ്പുറം ഭാഗം ഉറപ്പായിട്ടും പഠിക്കുക. അപ്പൊ ഇനി സിലബസ് വൈസ് ഞാൻ കുറച്ച് പോയിന്റ്സ് ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ അതിൽ ഏറ്റവും ആദ്യത്തെ നമുക്കറിയാം ഭഗ്നാണ്, അത് നിങ്ങൾ ഉറപ്പിച്ച് പഠിക്കുക. അപ്പൊ ഇതിൽ ഏറ്റവും കീ ആയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒരു ഏരിയ ഭഗ്നം, അർശസ്, ഭഗന്തരം, ഹെർണിയ, വൃദ്ധി,
ഇത്രയും ടോപ്പിക് ഉറപ്പിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6-7 ക്വസ്റ്റ്യൻ വരെ അതിന്റെ അകത്ത് തന്നെ കിട്ടും. അതിന്റെ അന്ന് ഇപ്പൊ ഭഗ്നം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ അന്ന് 2-3 ചോദ്യങ്ങൾ വരെ ചോദിക്കാം. അപ്പൊ ഇനി ആദ്യത്തെ ഭഗ്നം പറയുമ്പോൾ ഭഗ്നത്തിന്റെ ഒരു ജനറൽ എങ്ങനെ അത് പേപ്പർ പ്രസന്റ് ചെയ്യണം എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. അതിന്റെ കൂടെ നിങ്ങൾ ഉറപ്പിച്ച് പഠിക്കേണ്ട. അപ്പൊ ഭഗ്നം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാ ഹെഡിങ് എഴുതിയ ഓരോ പോയിന്റ് ബൈ പോയിന്റ് അത് ഞാൻ ഡീറ്റെയിൽ ചെയ്യാനുള്ള അങ്ങനെ തന്നെ ഉറപ്പിച്ച് പഠിക്കണം. ഇനി നിങ്ങൾക്ക് 10 മാർക്കിന്റെ ചോദ്യം അല്ലാതെ 5 മാർക്കിന്റെ ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ എഴുതി വരാനായിട്ട് പറ്റും. അപ്പൊ തീർച്ചയായിട്ടും സന്ധ്യമുക്തം 6, കാണ്ഡഭഗ്നം 12 അതൊക്കെ നിങ്ങളുടെ കോളത്തിനുള്ളിലെ പോയിന്റ്സ് ആയിരിക്കണം. സാമാന്യ ലക്ഷണം, ശ്വേത ബാഹുല്യം, സ്പന്ദനവർത്തന, സ്പർശാസഹിഷ്ണുത്വം, ഔപീട്യമാന ശബ്ദം, സ്രസ്താംഗത, വിവിധ വേദന പ്രാദുർഭാവ, സർവാസ അവസ്ഥ, സുന, ശർമ്മലാഭ ഉറപ്പായിട്ടും എല്ലാവരും പഠിച്ചിട്ടുണ്ടാവണം. ഇനി പഠിക്കാത്ത ഇതുവരെ പഠിക്കാത്ത ആൾക്കാർ ഇപ്പൊ ഇത് തന്നെ പഠിച്ചു പോവാ. ഈ കൂട്ടത്തിൽ തന്നെ ഉറപ്പിച്ച് പഠിച്ചു പോവുക വളരെ പ്രധാനമാണ് കേട്ടോ. അപ്പൊ ഇനി ഞാൻ പറഞ്ഞു പറഞ്ഞായിരുന്നു ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ചോദിച്ചു. അപ്പൊ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് നിങ്ങളുടെ ഉത്തരത്തിൽ ഉണ്ടാവണം. അപ്പൊ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ എന്താണെന്ന് എഴുതി. ഷോൾഡർ ഡിസ്ലൊക്കേഷന്റെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ അക്യൂട്ട്, റെക്കറന്റ് എന്ന് എഴുതി. അക്യൂട്ട് വീണ്ടും നമ്മൾ 3 ഡിവൈഡ് ചെയ്യുകയാണ്. ആന്റീരിയർ, പോസ്റ്റീരിയർ, സബ്ഗ്ലീനോയിഡ്. അതിൽ ആന്റീരിയർ ആണ് ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ളത്. അതിന്റെ ഒരു കാരണം ഫാൾ ഓൺ ആൻഡ് ഔട്ട്സ്ട്രെച്ച്ഡ് ഹാൻഡ് ആണ്. അതിന്റെ കോസ് എഴുതുവാണ്, ഫാൾ ഓൺ ആൻഡ് ഔട്ട്സ്ട്രെച്ച്ഡ് ഹാൻഡ് ആണ്. രണ്ടാമത്തെ കാരണം ഡയറക്റ്റ് ഹിറ്റ് ഓർ ഫാൾ ഓൺ ടു ഷോൾഡർ. അപ്പൊ ഇങ്ങനെ എഴുതി. അപ്പൊ പേഷ്യന്റ് ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും? ഹൗ ദി പേഷ്യന്റ് പ്രസൻസ്, പേഷ്യന്റ് എങ്ങനെ ഓപ്പിലോട്ട് കയറി വരുമ്പോൾ പേഷ്യന്റ് സപ്പോർട്ട്സ് ഹിസ് അഫക്റ്റഡ് ഹാൻഡ് വിത്ത് ഓപ്പോസിറ്റ് ഹാൻഡ് ആണ്. അപ്പൊ നമ്മൾ അതിൽ നോക്കുന്നത് ഇൻസ്പെക്ഷൻ, ക്ലിനിക്കൽ എക്സാമിനേഷൻ നോക്കണം. ഇൻസ്പെക്ഷനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? നോർമൽ കോണ്ടൂർ ഈസ് ലോസ്റ്റ്, ഫ്ലാറ്റനിങ് ഓഫ് ഷോൾഡർ, അതാണ് 1. 2 പാൽപേഷനിൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യാൻ പറ്റും? അക്രോമിയൻ പ്രോസസ് മോസ്റ്റ് ലാറ്ററലി. പിന്നെ നമ്മൾ അതിൽ എന്ത് ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യും? ഡ്യൂഗാസ് ടെസ്റ്റ് ചെയ്യും. ആസ് ദി പേഷ്യന്റ് ടു ടച്ച് ദി ഓപ്പോസിറ്റ് ഷോൾഡർ. പേഷ്യന്റിന് ടച്ച് ചെയ്യാൻ പറ്റുമോ? ടച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മളത് ഡയഗ്നോസ് ചെയ്തു, ഡ്യൂഗാസ് ടെസ്റ്റ്. അടുത്തത് ഹാമിൽട്ടൺ സ്ട്രെയിറ്റ് റൂളർ ടെസ്റ്റ്. ഇതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കേണ്ട പോയിന്റ്സ് ആണ്. ഹാമിൽട്ടൺ സ്ട്രെയിറ്റ് റൂളർ എന്ന് പറയുമ്പോൾ സ്വാഭാവികം അപ്പൊ ഈ ഷോൾഡർ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഷോൾഡറിന്റെ ഒരു പടം അവിടെ വരച്ചു വെക്കണം കേട്ടോ. ഷോൾഡർ ജോയിന്റിന്റെ ഒരു പടം. ഹിപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഹിപ്പ് ജോയിന്റിന്റെ ഒരു പടം അവിടെ വരച്ചു വെക്കണം കേട്ടോ. അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഈ ഷോൾഡറിൽ നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാമിൽട്ടൺ സ്ട്രെയിറ്റ് റൂളർ മീൻസ് നമ്മളൊരു സ്ട്രെയിറ്റ് റൂളർ ലാറ്ററൽ എപ്പിക്കോണ്ടൈലും അക്രോയിൻ പ്രോസസ്സിലും ടച്ച് ചെയ്താൽ നോർമൽ ജോയിന്റിൽ ടച്ച് ചെയ്യില്ല, പക്ഷെ ഡിസ്ലൊക്കേഷൻ ഉള്ള ജോയിന്റിൽ ടച്ച് ചെയ്യും. പിന്നെ നമ്മൾ മെഷർമെന്റ് എടുക്കുമ്പോൾ ആംഗിൾ ഓഫ് അക്രോയിൻ മുതൽ ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ വരെ മെഷർ ചെയ്യുമ്പോൾ ഡിസ്ലൊക്കേഷൻ സംഭവിച്ചിട്ടുള്ള ഷോൾഡറിൽ അത് ഷോർട്ടൻഡ് ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം എഴുതുക. ഇതിന്റെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് വരുന്നത് ഒന്ന് ഡെൽറ്റോയിഡ് പാൽസി എഴുതാം, ട്യൂബർകുലോസിസ് കൊണ്ട് എഴുതാം, ക്ലിനോഹ്യൂമറൽ ജോയിന്റ് ആർത്രൈറ്റിസ് കൊണ്ട് ഡെൽറ്റോയിഡ് പാൽസി വരുമ്പോൾ ഫ്ലാറ്റനിങ് കാണാൻ പറ്റും, പക്ഷെ അതിൽ ഡിസ്ലൊക്കേഷൻ ഇല്ല. അതുപോലെ തന്നെ പിന്നെ നമുക്ക് സുപ്രാസ്പൈനാറ്റസിന്റെ ടിയർ, ഗ്രേറ്റർ ട്യൂബ്രോസിറ്റി ഫ്രാക്ചർ, നെക്ക് ഓഫ് ഹ്യൂമറസ് ഫ്രാക്ചർ ഒക്കെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ അത് 10 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക, ഇല്ലെങ്കിൽ ജസ്റ്റ് ആ പോയിന്റ് മെൻഷൻ ചെയ്തു പോവുക. ഇനി റിഡക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കോച്ചസ് മെത്തേഡ് ആണ്. കോച്ചസ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ട്രാക്ഷൻ ആൻഡ് along with counter traction, traction along the line of humerus and counter traction, then external rotation, adduction up to the midline of chest and medial rotation. TEAM എന്ന് പഠിച്ചു കഴിഞ്ഞാൽ കോച്ചസ് മെത്തേഡായി. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് സ്വസ്തിക ബന്ധം ചെയ്യണം. അതുപോലെ തന്നെ സ്ലിംഗ് അപ്ലൈ ചെയ്യുകയും ചെയ്യണം. 3 ആഴ്ചയാണ് ഈ മൊബിലൈസ് ചെയ്യേണ്ടത്. 3 ആഴ്ച കഴിഞ്ഞ് നമ്മൾ റീഹാബിലിറ്റേഷൻ ചെയ്യണം. അപ്പൊ ഇനി നമ്മുടെ ശാസ്ത്രത്തിലോട്ട് വരുമ്പോൾ മുസ്ലേന ഉക്ഷിബേത് കഷാംസന്തോ വിസംഹതെ സ്ഥാനസ്ഥിതം ചബിദനിയാത് സ്വസ്തികേന വിചക്ഷണം. സ്വസ്തിക ബന്ധം ചെയ്യണം, മാർക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് ഈ മെത്തേഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹിപ്പോക്രാറ്റസ് മെത്തേഡാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിംസൺസ് ഗ്രാവിറ്റി മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്, അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. 5 മാർക്കിന്റെ ആണെങ്കിൽ സ്റ്റിംസൺസ് ഗ്രാവിറ്റി മെത്തേഡ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇനി പോസ്റ്റീരിയർ ഡിസ്ലൊക്കേഷനിലോട്ട് വരുമ്പോൾ അതിന്റെ കാരണം ഇലക്ട്രിക് ഷോക്കും എപ്പിലെപ്റ്റിഫോം കൺവൽഷനുമാണ്. അപ്പൊ അതിന്റെ റിഡക്ഷൻ മെത്തേഡിൽ വ്യത്യാസമുണ്ട്. ട്രാക്ഷൻ, എക്സ്റ്റേണൽ റൊട്ടേഷൻ ആൻഡ് അബ്ഡക്ഷൻ ആണ്. പേഷ്യന്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പേഷ്യൻസ് ഹാൻഡ് ഈസ് ഇന്റേണലി റൊട്ടേറ്റഡ് ആൻഡ് cannot externally rotate even up to normal ആണ്. അതാ നമ്മൾ പോസ്റ്റീരിയർ ഡിസ്ലൊക്കേഷനിലോട്ട് വരുമ്പോൾ. അപ്പൊ റിഡക്ഷൻ മെത്തേഡ് ഞാൻ പറഞ്ഞു. ഇനി അതിൽ നമ്മൾ ഇമൊബിലൈസ് ചെയ്ത് വെക്കണം, 3 വീക്സ് ഇമൊബിലൈസേഷൻ ചെയ്യണം. അടുത്തത് സബ്ഗ്ലീനോ ഡിസ്ലൊക്കേഷൻ ആണ്. അതിന്റെ കാരണം എന്താണ്? പേഷ്യന്റ് ബസ്സിൽ കൈപിടിച്ച് പോവാണ്, അബ്ഡക്ഷനിൽ കൈപിടിച്ച് പോകുന്ന സമയത്ത് സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇനേഷ്യ കൊണ്ട് പേഷ്യന്റ് ഫ്രണ്ടിൽ പോകും. അങ്ങനെയാണ് സബ്ഗ്ലീനോ ഡിസ്ലൊക്കേഷൻ. ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? പേഷ്യന്റ് cannot do അഡക്ഷൻ. അബ്ഡക്ഷനിലാണ് പേഷ്യന്റ് വരണത് തന്നെ. കൈ പൊക്കി പിടിച്ചാണ്, കൈ മുകളിലോട്ട് പൊക്കി പിടിച്ച് താങ്ങി പിടിച്ചാണ് പേഷ്യന്റ് വരണത് തന്നെ. അപ്പൊ അതിന്റെ റിഡക്ഷൻ എങ്ങനെയാണ്? ട്രാക്ഷൻ മാത്രമേ ഉള്ളൂ, ആ പ്ലെയിനിൽ തന്നെ ട്രാക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും നമ്മൾ ഇമൊബിലൈസ് ചെയ്യണം. ഇനി റെക്കറന്റ് ഡിസ്ലൊക്കേഷനിലോട്ട് വരുമ്പോഴോ അതിന്റെ 2 കാരണങ്ങളുണ്ട്. ഗ്ലീനോയിഡ് ലേബ്രത്തിന്റെ ടിയറും ജോയിന്റ് ക്യാപ്സ്യൂളിന്റെ ടിയറുമാണ് അതിന്റെ കാരണം. അപ്പൊ റെക്കറന്റ് ഡിസ്ലൊക്കേഷനിൽ നമ്മൾ ചെയ്യേണ്ട 2 സർജറി ഉണ്ട്. പുട്ടിപ്ലാറ്റ് സർജറി, ബാങ്കാർട്സ് റിപ്പയർ. അപ്പൊ അതില് ടിപ്പിക്കലി ഈ റെക്കറന്റ് ഡിസ്ലൊക്കേഷൻ ഉള്ള കേസിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? സ്വാഭാവികമായിട്ട് അവർക്ക് സ്ലാബ് ടിയർ ഉണ്ടാവും, സുപ്പീരിയർ ലേബ്രൽ ടിയർ ഫ്രം ആന്റീരിയർ ടു പോസ്റ്റീരിയർ വരാം. അതുപോലെ തന്നെ
പിന്നെ പേഷ്യൻസിൽ സ്വാഭാവികമായിട്ട് ഹിൽ സാക്സ് ലീഷൻ ഉണ്ടാവും, ബാങ്കാർഡ്സ് ലീഷൻ ഉണ്ടാവും. ഇതൊക്കെ അഡീഷണൽ പോയിന്റ്സ് ആണ്. ഇതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് തന്നെ എഴുതി വെക്കുക. അപ്പൊ ഇത് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ വേണം നമ്മൾ ഉൾപ്പെടുത്തി എഴുതാനായിട്ട്. അപ്പൊ നമ്മൾ ബാൻഡേജ് ചെയ്യുമ്പോൾ 2 ബാൻഡേജ് അവിടെ ചെയ്യും, സ്വസ്തിക ബന്ധവും ചെയ്യും, ഷോൾഡർ സ്പൈക്ക ബാൻഡേജും ചെയ്യും, ട്രയാങ്കുലർ സ്ലിംഗ് ഉത്സംഗി ബന്ധവും ചെയ്യും. അപ്പൊ ഇതാണ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ചോദിച്ചാൽ. ഇനി എൽബോ ആണെങ്കിലോ, ഡിസ്ലൊക്കേഷനിൽ എൽബോ ചോദിക്കുക. അപ്പൊ 10 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ നിങ്ങൾ ആദ്യം മുതലേ നമ്മുടെ സന്ധിമുക്ത മുതലേ എഴുതി വെക്കണം, സാമാന്യ സന്ധിമുക്ത ലക്ഷണം മുതലേ എഴുതി വരണം. ഇനി എൽബോ ഡിസ്ലൊക്കേഷൻ വരുമ്പോൾ എൽബോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് പോസ്റ്റീരിയർ ഡിസ്ലൊക്കേഷൻ ഓഫ് എൽബോ ആണ് കോമണസ്റ്റ്. ആന്റീരിയർ ഡിസ്ലൊക്കേഷനും വരാം. അപ്പൊ ഈ പോസ്റ്റീരിയർ ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ദി ഒലിക്രോൺ പ്രോസസ് ഓഫ് അൾന അലോങ് വിത്ത് ദി head of the radius displaces posteriorly or posterolaterally with respect to lower end of humerus ആണ് വരുന്നത്. അപ്പൊ അതിൽ നമ്മൾ ടിപ്പിക്കലി നമ്മുടെ റിഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് കൗർപുരന്തു തഥാസന്ധി അങ്കുഷ്ടേന അനുമാർജിയത് അനുമൃജ്യ തഥാസന്ധി പീഡയത് കൂർപ്പരച്യുതം പ്രസാരണ ആകുഞ്ചനജീകം സ്നേഹ സേകച്ചതാപേത്. അപ്പൊ ഈ ശ്ലോകം അറിയാത്തവർ എന്ത് ചെയ്യണം? ആ മെത്തേഡ് എഴുതണം. മെത്തേഡ് എങ്ങനെ എഴുതണത്? അപ്പൊ ആദ്യത്തെ കൗർപുരത്തില് ഡിസ്ലൊക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പ്രസാരണം, പിന്നെ ചെയ്യേണ്ടത് ആകുഞ്ചനം. അപ്പൊ ഏറ്റവും ആദ്യം അങ്കുഷ്ടേന അനുമാർജനം ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ് പ്രസാരണം, തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ആകുഞ്ചനം, പിന്നെ ഇമ്മൊബിലൈസ് ചെയ്യണം. ഇമ്മൊബിലൈസ് ചെയ്ത് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടാണ് സ്നേഹസേകം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് താഴത്തോട്ട് എഴുതി വെച്ചാൽ മതി, എളുപ്പമാണ്. അപ്പൊ ഇനി അതിന്റെ റിഡക്ഷൻ മെത്തേഡ് മോഡലിൽ എങ്ങനെയാണ്? സപ്പോർട്ട്സ് ഒലിക്രോൺ പ്രോസസ് വിത്ത് വൺ ഹാൻഡ്, സ്ലൈറ്റ് ട്രാക്ഷൻ വിത്ത് അതർ ഹാൻഡ്, എക്സ്റ്റൻഷൻ ആൻഡ് ഫ്ലെക്ഷൻ. അതാണ് പ്രസാരണം, ആകുഞ്ചനം. അപ്പൊ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇമ്മൊബിലൈസ് ചെയ്യണം. ഇമ്മൊബിലൈസ് ചെയ്ത് എൽബോ ഇമ്മൊബിലൈസ് ചെയ്ത് ഉറപ്പായിട്ട് സ്റ്റിഫ് ആവും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ധാരയാണ്. അതിന് വേണമെങ്കിൽ നമുക്ക് അശവണ്ണ എടുക്കാം, ആ കാര്യം പറയാം. ഇന്റേണലി നമ്മൾ ലാക്ഷോഗിലും കൊടുക്കും, ഗന്ധതയിലും കൊടുക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഇനി ഹിപ്പ് ഡിസ്ലൊക്കേഷനിലോട്ട് വന്നു കഴിയുമ്പോൾ ഹിപ്പിലെ ഏറ്റവും കോമണസ്റ്റ് ഡിസ്ലൊക്കേഷൻ പോസ്റ്റീരിയർ ഡിസ്ലൊക്കേഷൻ ആണ്. ആന്റീരിയറും ഉണ്ട്, അതുകൂടാതെ സെൻട്രൽ ഫ്രാക്ചർ ഡിസ്ലൊക്കേഷനും ഉണ്ട്. അപ്പൊ അതിൽ പോസ്റ്റീരിയർ ഡിസ്ലൊക്കേഷൻ ആണ് ഏറ്റവും പ്രധാനം. അപ്പൊ നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷനിലോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതിൽ നിലാട്ടോൺസ് ലൈൻ നോക്കും. നിലാട്ടോൺസ് ലൈൻ എന്ന് പറയുന്നത് ഇഷ്യൽ ട്യൂബ്രോസിറ്റിയിൽ നിന്ന് ASIS-ലോട്ട് ആന്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈനിലോട്ട് ഒരു വര വരച്ചാൽ ഇറ്റ് പാസസ് ത്രൂ ഗ്രേറ്റർ ട്രൊക്കാൻഡർ. ഡിസ്ലൊക്കേഷനിൽ പോസ്റ്റ് ഡിസ്ലൊക്കേഷൻ ആണെങ്കിൽ ഈ വരയ്ക്ക് മുകളിലായിരിക്കും ഗ്രേറ്റർ ട്രൊക്കാൻഡർ, കാരണം പ്രോക്സിമൽ ഡിസ്പ്ലേസ്മെന്റ് ആണുള്ളത്. ഇനി ആന്റി ഡിസ്ലൊക്കേഷനിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? ഡിസ്റ്റൽ ആയിട്ടാണ് ഡിസ്പ്ലേസ് ചെയ്യണത്, ആന്റി ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട്. അപ്പൊ നിലാട്ടോൺസ് ലൈൻ പോയിട്ടുണ്ടാവും. മോറിസ് ബൈ ട്രൊക്കാൻഡറിക് ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. ഷീൻസ് ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. അതായത് ഷീൻസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പാരലൽ ആണോ എന്ന് നോക്കണേ. 2 ഗ്രേറ്റർ ട്രൊക്കാൻഡറും അതുപോലെ തന്നെ 2 ASIS-ഉം പാരലൽ ആണെന്ന് നോക്കുമ്പോൾ ആ പാരലൽ ആയിട്ടുള്ള 2 ലൈൻസിൽ ഡിസ്റ്റോർഷൻ വരും. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ക്ലിനിക്കൽ എക്സാമിനേഷൻസ്. ഇനി എക്സ്റേയിൽ വരുമ്പോൾ നമ്മൾ നോക്കുന്ന ലൈൻ ഏതാണ്? ഷെൻഡൻസ് ലൈൻ ആണ്. ഷെൻഡൻസ് ലൈൻ എന്ന് പറയുന്നത് ഇൻഫ്രോമീഡിയൽ ബോർഡർ. അത് നിങ്ങൾക്ക് വരച്ചു വെക്കാം. ഇൻഫ്രോമീഡിയൽ ബോർഡർ ഓഫ് ഫീമറിൽ നിന്ന് സുപ്പീരിയർ പ്യൂബിക് റാമസിലോട്ട് വരയ്ക്കുന്ന വര ഡിസ്റ്റോർട്ടഡ് ആവും. ഷെൻഡൻസ് ലൈൻ ഡിസ്റ്റോർട്ടഡ് ആവും എല്ലാ ഡിസ്ലൊക്കേഷനിലും. അപ്പൊ ഇത് വളരെ പ്രധാനമായിട്ട് പഠിക്കണം. പിന്നെ ഫ്രാക്ചറിൽ നിങ്ങൾ ഉറപ്പിച്ച് പഠിക്കേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ കോളീസ് ഫ്രാക്ചർ ആണ്. അപ്പൊ കോളീസ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ചർ അറ്റ് ദി ഡിസ്റ്റൽ എൻഡ് ഓഫ് റേഡിയസ് within 2.5 centimeter from the wrist joint with or without avulsion of ulnar styloid process with a characteristic deformity called dinner for deformity and the distal fragment displaces posteriorly and laterally. ഇത് തന്നെ നിങ്ങൾക്ക് പല ഹെഡിങ്ങിൽ എഴുതാം. ഡിഫോമിറ്റി എന്താണ്? ഡിന്നർ ഫോർക്ക് ഓർ സിൽവർ ഫോർക്ക് ഡിഫോമിറ്റി. ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ്? പോസ്റ്റീരിയർ ആൻഡ് ലാറ്ററൽ. അപ്പൊ ഇനി അതിന്റെ റിഡക്ഷൻ മെത്തേഡ് എങ്ങനെയാണ്? നമ്മൾ ട്രാക്ഷനും കൗണ്ടർ ട്രാക്ഷനും കൊടുക്കണം. അപ്പൊ ട്രാക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ അൾനാർ ഡീവിയേഷനിൽ ഇങ്ങനെ വേണം ട്രാക്ഷൻ കൊടുക്കാൻ. അൾനാർ ഡീവിയേഷനിൽ ട്രാക്ഷൻ കൊടുക്കണം, പാമാർ ഫ്ലെക്ഷനിൽ ട്രാക്ഷൻ കൊടുക്കണം. അങ്ങനെ ട്രാക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ പോസ്റ്റീരിയർ ഡിസ്പ്ലേസ്മെന്റും ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റും കറക്റ്റ് ഉണ്ടാവും. നമ്മൾ സ്പ്ലിന്റ് യൂസ് ചെയ്യുമ്പോൾ 4 സ്പ്ലിന്റ് യൂസ് ചെയ്യണം. സ്പ്ലിന്റ് ഫ്രം എൽബോ ജോയിന്റ് ടു മെറ്റാകാർപ്പോ ഫലാഞ്ചിയൽ ജോയിന്റ്. അങ്ങനെ ഇമ്മൊബിലൈസ് ചെയ്യണം. 6 വീക്സ് ആണ് ഇമ്മൊബിലൈസേഷൻ പറയണത്. ആഫ്റ്റർ ഇമ്മൊബിലൈസേഷൻ റീഹാബിലിറ്റേഷൻ കൊടുക്കണം. അപ്പൊ ഇങ്ങനെ വളരെ സ്പെസിഫിക്കലി വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. അപ്പൊ ഞാൻ ഈ ഭഗ്നത്തിൽ ഞാൻ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഉറപ്പിച്ച് പഠിക്കാം. അപ്പൊ കോളീസ് ഫ്രാക്ചർ നമ്മൾ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് 2 ബാൻഡേജ് അവിടെ ചെയ്യും. ഒന്ന് നമ്മൾ അനുവേലിത ബന്ധം സ്പൈറൽ ബാൻഡേജ് ചെയ്യും, അതുപോലെ തന്നെ ട്രയാങ്കുലർ സ്ലിംഗ് ഉത്സംഗി ബന്ധം ചെയ്യും. അപ്പൊ ഇതെല്ലാം നിങ്ങൾ മെൻഷൻ ചെയ്തു പോകണം. ഈ ഓരോ പോയിന്റ് ബൈ പോയിന്റ്. ഇനി ഫ്രാക്ചർ ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾക്ക് വരയ്ക്കാം. ഏതാണ് എക്സ്റേ വ്യൂ എടുക്കുന്നത് ഡയഗ്നോസിസിന് വേണ്ടി? ഷോൾഡറിൽ AP വ്യൂ ആണ് എടുക്കുന്നത്. കോളീസ് ഫ്രാക്ചർ റിസ്റ്റ് AP ലാറ്ററലാണ് എടുക്കുന്നത്. ഇനി പെൽവിസ് വിത്ത് ബോത്ത് ഹിപ്പ് AP വ്യൂ ആണ് നമ്മൾ അവിടെ ഹിപ്പിന്റെ പതോളജിയിൽ നോക്കുന്നത്. അപ്പൊ ഇങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ട് റേഡിയോളജിക്കൽ ഫൈൻഡിങ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡെഫിനിഷൻ ഓൺ ദി ഡെഫിനിഷൻ, ഡയഗ്നോസിസ്, ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, ഇൻവെസ്റ്റിഗേഷൻസ്, കോംപ്ലിക്കേഷൻസ്. അപ്പൊ ഇതെല്ലാം മെൻഷൻ ചെയ്തുമാണ് പോകാനായിട്ട്. ഇപ്പൊ പോസ്റ്റീരിയർ ഹിപ്പ് ഡിസ്ലൊക്കേഷനിൽ സ്വാഭാവികമായിട്ടും വരാനുള്ള ഒരു സാധ്യത എന്താണ്? ഫുഡ് ഡ്രോപ്പ് വരാം. ഫുഡ് ഡ്രോപ്പ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ്. ഇനി ആന്റിയർ ഡിസ്ലൊക്കേഷൻ ഓഫ് ഷോൾഡർ ആണെങ്കിൽ ആക്സിലറി നെർവ് ഇഞ്ചുറി വരാം. അപ്പൊ അതൊരു ടിപ്പിക്കലി ഫൈൻഡിങ് ആണ്. റെജിമെന്റൽ ബാഡ് സൈൻ, ഡെൽറ്റോയിഡ് നെർവിന്റെ അവിടെ പാൾസി വരാം, ലോസ് ഓഫ് സെൻസേഷൻ വരാം.
അപ്പൊ ഇത് ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസും അതിനുശേഷം മാനേജ്മെന്റ്, അവിടെ ചെയ്യണ ബാൻഡേജ്, നമ്മൾ കൊടുക്കണം മെഡിസിൻസ്, എത്ര വീക്ക് റെസ്റ്റ് എടുക്കണം. ഇപ്പൊ ഹിപ്പൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും 6 വീക്സ് കംപ്ലീറ്റ് ഇമൊബിലൈസേഷനിൽ കണ്ടിന്യൂസ് ട്രാക്ഷനിൽ റെസ്റ്റ് എടുത്തതിന് ശേഷം വെയിറ്റ് ബെയറിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. 2 months കഴിഞ്ഞിട്ടേ ബാക്ക് ടു നോർമൽ വരാൻ പറ്റുള്ളൂ. അതെല്ലാം നമ്മൾ മെൻഷൻ ചെയ്യണം. അതിന്റെ കൂടെ ഭഗ്നത്തിന്റെ പത്യാപത്യങ്ങൾ ആഡ് ചെയ്യാം. പത്യാപത്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മൾ ഹിപ്പിൽ ചെയ്യുന്ന ബാൻഡേജ് ഹിപ്പ് സ്പൈക്ക് ആണ്, സ്വസ്തിക ബന്ധം തന്നെയാണ്. അപ്പൊ അതിൽ കണ്ടിന്യൂസ് ട്രാക്ഷൻ ഇസ് എ മെത്തഡ് ഓഫ് ഇമൊബിലൈസേഷൻ ആണ്. നമ്മൾ പത്യാപത്യം ആഡ് ചെയ്യുമ്പോൾ പത്യാപത്യത്തിന്റെ ശ്ലോകം അറിയില്ലെങ്കിൽ അത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ ആഡ് ചെയ്യാം. അത് ശാലി, മാംസരസം, യൂഷം, അതെല്ലാം നിങ്ങൾ ആ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ ആഡ് ചെയ്യാം. അടുത്ത പോയിന്റിൽ ഡിസീസസ് ഓഫ് ബോണിൽ ഓസ്റ്റിയോമൈലൈറ്റിസ് പഠിക്കണം. അപ്പൊ ഓസ്റ്റിയോമൈലൈറ്റിസ് ഇതുപോലെ ഹെഡിങ്ങോട് കൂടി തന്നെ പഠിക്കണം. കോമണസ്റ്റ് സൈറ്റ് ഏതാന്നൊക്കെ പഠിക്കണം. സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ അതിൽ പഠിക്കേണ്ടത് ഡിസീസസ് ഓഫ് ബോണിൽ ഓസ്റ്റിയോമൈലൈറ്റിസ് നോക്കണം. മജ്ജാപരിഭാഗ വിതൃതി ഒപ്പം എഴുതി പോകണം. ഇനി അടുത്ത പോയിന്റിൽ ക്രേനിയോ സെറിബ്രൽ ഇഞ്ചുറീസിൽ സ്വാഭാവികമായിട്ടും ഹെഡ് ഇഞ്ചുറിയെ പറ്റി ഒരു ബേസിക് ആയിട്ടുള്ള അവബോധം വെക്കുക. അതിന്റെ കൂടെ ക്ലിനിക്കൽ എക്സാമിനേഷനിൽ നമ്മൾ പ്യൂപ്പിലറി റിഫ്ലക്സ് നോക്കണം, എഴുതണം. ആന്റീരിയർ ക്രേനിയൽ ഫോസൊക്കെയാണ് ഇഞ്ചുറി എങ്കിൽ ബ്ലാക്ക് ഐ വരാം. മിഡിൽ ക്രേനിയൽ ഫോസൊക്കെയാണ് ഇഞ്ചുറി എങ്കിൽ ബ്ലീഡിംഗ് ത്രൂ മൗത്ത് വരാം. ഇനി പോസ്റ്റൽ ക്രേനിയൽ ഫോസ ഇഞ്ചുറി ആണെങ്കിൽ നമ്മുടെ മാസ്റ്റേർഡ് പ്രോസസ്സിൽ ഡിസ്ക്ലറേഷൻ വരും. അതിന് പറയുന്ന പേരാണ് ബാറ്റിൽ സൈൻ എന്നുള്ളത്. അപ്പൊ അതിൽ കൺകഷൻ, കൺഡ്യൂഷൻ, പിന്നെ അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഇഞ്ചുറി, അതുപോലെ തന്നെ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് അതിന്റെ ജസ്റ്റ് മോഡറേറ്റ് ആണോ സിവിയർ ആണോ മൈൽഡ് സിംറ്റംസ് ആണോ, മൈൽഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഗ്ലാസ്ഗോ കോമ സ്കെയിൽ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ഹെഡ് ഇഞ്ചുറി വെച്ചാൽ പഠിക്കണം. അപ്പൊ ജനറൽ ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിൽ ടിപ്പിക്കലി ഹെഡ് ഇഞ്ചുറിയിൽ ഏറ്റവും നല്ല ടെക്നിക് എന്ന് പറയുന്നത് CT ആണ്. അതേ സമയത്ത് സ്വാഭാവികമായിട്ടും ഹെഡ് ഇഞ്ചുറിയിൽ ബോൺ അല്ലാതെ ഇന്റേണൽ വിസറയ്ക്ക് കൂടി ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെന്ന് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ MRI അഡീഷണൽ എടുക്കണം. അപ്പൊ അത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഉൾപ്പെടുത്തണം. നമ്മുടെ ടെസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും മിനിമം പോയിന്റ്സ്, സദ്യവ്രണത്തിൽ വന്നിട്ടുള്ളതും ഭഗ്നത്തിൽ വന്നിട്ടുള്ളതായിട്ട് ഏറ്റവും മിനിമം പോയിന്റ്സ് കൂടി ഉൾപ്പെടുത്തും. ഹെഡ് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്റേണലി 7 ദിവസം ഘൃതം കഴിക്കാൻ പറയുന്നുണ്ട്, കംപ്ലീറ്റ് റെസ്റ്റ്, ഉത്താന ശയനം പറയുന്നുണ്ട്. അത്തരത്തിലുള്ള പോയിന്റ്സ് കൂടി ആ കൂട്ടത്തിൽ ആഡ് ചെയ്ത് പോവുക. ഇനി ഡിസീസസ് ഓഫ് സ്പൈനൽ പത്തോളജി വരുമ്പോൾ അതിൽ നിങ്ങൾ ഉറപ്പിച്ച് പഠിക്കേണ്ട ഒന്ന് ആംഗ്ലോസിയം സ്പോണ്ടിലൈറ്റിസ് ആണ്. അപ്പൊ ആംഗ്ലോസിയം സ്പോണ്ടിലൈറ്റിസ് എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഷോബേഴ്സ് സൈൻ എന്താണെന്ന് എഴുതണം. അപ്പൊ അത് കോമൺ ആയിട്ട് വരണത് ഏജ് ഗ്രൂപ്പ് എഴുതുമ്പോൾ 16 to 25. ഇനി മെയിൽ ഇസ് ടു ഫീമെയിൽ റേഷ്യോ 3:1. അങ്ങനെ വേണം ആംഗ്ലോസിയം സ്പോണ്ടിലൈറ്റിസ് എഴുതി പോകാനായിട്ട്. ആ കൂട്ടത്തിൽ അത് സാക്രൈലിയാക് ജോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യണു, പിന്നെ മുകളിലോട്ട് ഫ്യൂസ് ചെയ്ത് പോകുന്നു. അപ്പൊ ഫ്യൂസ് ചെയ്ത് പോകുമ്പോൾ ചില റേഡിയോളജിക്കൽ ഫൈൻഡിങ്സ് കാണാൻ പറ്റും, ഫിക്സ്ഡ് ഫ്ലെക്ഷൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ ചിലപ്പം നമുക്ക് ഷോബേഴ്സ് സൈൻ പോസിറ്റീവ് ആയിരിക്കും. ഷോബേഴ്സ് സൈൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ഡിംപിൾ ഓഫ് വീനസ് അല്ലെങ്കിൽ L5 വെർട്ടിബ്ര പാൽപേറ്റ് ചെയ്തു, മുകളിലോട്ട് 10 സെന്റിമീറ്റർ, താഴത്തോട്ട് 5 സെന്റിമീറ്റർ, ആസ് ദി പേഷ്യന്റ് ടു ഫ്ലെക്സ് ദി സ്പൈൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ 15 സെന്റിമീറ്റർ 20 സെന്റിമീറ്റർ ആയില്ലെങ്കിൽ, ഇതൊക്കെ നമുക്ക് വരച്ചു വെക്കാവുന്ന പോയിന്റ്സ് ആണ്, ആയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആബ്സെൻസ് ഓഫ് ഫ്ലെക്ഷൻ ഓഫ് ലംബാർ സ്പൈൻ ആണ്. അപ്പൊ അവിടെ ഫ്യൂഷൻ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അതിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നോക്കണം. ഒന്ന് HLA-B27 ആണ്. അപ്പൊ ആ പോയിന്റ്സ് എല്ലാം നമ്മൾ മെൻഷൻ ചെയ്ത് പോകണം. അതിന്റെ മാനേജ്മെന്റിൽ ഉറപ്പായിട്ട് സ്വിമ്മിങ് വേണം, പ്രാണായാമം വേണം, എക്സ്റ്റൻഷൻ എക്സസൈസ് വേണം. അതിൽ ഫിംഗർ ടു ഗ്രൗണ്ട് ഡിസ്റ്റൻസ് നമ്മളൊരു മാർക്കായിട്ട് എടുക്കുന്നതാണ് അസസ്മെന്റ് ക്രൈറ്റീരിയ ആയിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പോയിന്റ്സ് എല്ലാം ആംഗ്ലോസിയം സ്പോണ്ടിലൈറ്റിസ് നമുക്ക് ഉൾപ്പെടുത്താം. അതുപോലെ പിന്നെ ചോദിക്കാവുന്ന IVDP ആണ്. IVDP ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷനിൽ SLR പോലത്തെ കാര്യങ്ങളെല്ലാം എഴുതി വെക്കാം. നമ്മൾ സ്വാഭാവികമായിട്ടും കൊടുക്കണം മെഡിസിൻസ് എഴുതി വെക്കാം, യോഗ ആഡ് ചെയ്യാം. അപ്പൊ അത്തരത്തിലുള്ള പോയിന്റ്സ്. അപ്പൊ അതിൽ AS കൂടുതൽ നന്നായിട്ട് പഠിച്ചാൽ മതി. പിന്നെ പഠിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് CA ബ്രസ്റ്റ് ഉറപ്പിച്ച് പഠിക്കുക. അതിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കണം, TNM ക്ലാസിഫിക്കേഷൻ നോക്കണം. അപ്പർ ആൻഡ് ഔട്ടർ ക്വാഡ്രന്റിൽ കോമൺ ആയിട്ട് വരുന്നു എന്നുള്ളത്. അതിന്റെ കൂടെ നമ്മുടെ അർബുദത്തിന്റെ പോയിന്റ്സ് ആഡ് ചെയ്യാം. ഏറ്റവും ബേസിക് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ ഹെഡിങ്സോട് കൂടി തന്നെ വേണം അതിനെ അഡ്രസ് ചെയ്യാനായിട്ട്. ചെസ്റ്റ് ഇഞ്ചുറി ഒന്ന് ഓടിച്ചു നോക്കുക. ഇസഫാഗസിൽ അൾസർ പഠിക്കണം. അതിന്റെ കൂടെ അക്കലേഷ്യ ഓഫ് കാർഡിയ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക, ഉറപ്പിച്ച് ഓടിച്ചു നോക്കിയാൽ മതി. പരിണാമശൂല പഠിക്കണം, ഇന്റസ്റ്റൈനൽ പെർഫറേഷൻ, ഇന്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ, വോൾവുലസ്, ഈ പോയിന്റ്സ് ഉറപ്പിച്ച് നോക്കണം. അതുപോലെ തന്നെ ജലോദരം നോക്കണം. CA സ്റ്റൊമക്ക് ഒന്ന് ഓടിച്ചു നോക്കുക. അതിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ വിർക്കോസ് നോഡിന്റെ കാര്യം മെൻഷൻ ചെയ്യണം, ലെഫ്റ്റ് സൂപ്രാക്ലാവിക്കുലർ ലിംഫ് നോഡ് എൻലാർജ്മെന്റ്. അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ മെൻഷൻ ചെയ്യേണ്ട മറ്റൊരു പോയിന്റ് ആണ് സിസ്റ്റർ മേരി ജോസഫ് നോഡ്യൂൾ, ക്യൂട്ടേനിയസ് നോഡ്യൂൾ ഇൻ അംബിലിക്കസ്. അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവുക. ആ പോയിന്റ്സ് എല്ലാം നിങ്ങൾ മാർക്ക് ചെയ്ത് തന്നെ വെക്കണം. അതുപോലെ തന്നെ പെപ്റ്റിക് അൾസർ, ഡിയോഡനൽ അൾസർ തമ്മിലുള്ള വ്യത്യാസം, ആ വ്യത്യാസം നിങ്ങൾ കോളം വരച്ച് തന്നെ വേണം ആൻസർ ചെയ്യാനായിട്ട്. അപ്പൻഡിസൈറ്റിസ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. മാർഫീസ് ട്രയാഡ് നോക്കണം. അതുപോലെ അതിൽ വരുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്ലിനിക്കൽ എക്സാമിനേഷൻസ് ഫൈൻഡിങ്സ് നോക്കണം. പിന്നെ ആൽവറാഡോ സ്കെയിൽ നോക്കണം. പിന്നെ അതിന്റെ അകത്ത് ആ ഇൻസിഷൻസ് ലാൻസ്, ഗ്രിഡയൺ, മൊറിസൺ റൂദർഫോർഡ്, ഈ ഇൻസിഷന്റെ പേരല്ല. അപ്പൊ ഇതെല്ലാം ജസ്റ്റ് മെൻഷൻ ചെയ്ത് വെക്കുക. ഇതൊരു ജനറൽ ആണ്. നിങ്ങൾ
10 മാർക്കിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ മാത്രം ഉള്ളിലോട്ട് നോക്കിയാൽ മതി. പോളിസിസ്റ്റൈറ്റിസ് വളരെ പ്രധാനമാണ്. അപ്പൊ പോളിസിസ്റ്റൈറ്റിസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ മർഫി സൈൻ മാർക്ക് ചെയ്ത് വെക്കണം. ബോവ സൈൻ അത് കുളത്തിൽ തന്നെ വരയ്ക്കണം. മർഫി സൈൻ എന്ന് പറയുമ്പോൾ റൈറ്റ് അപ്പർ ക്വാർട്ടറിൽ ഡീപ്പ് ഇൻസ്പിറേഷനിൽ വരുന്ന പെയിനാണ്. ബോവ സൈൻ 9 to 11 ട്രിപ്പിനിടയ്ക്കുള്ള ഹൈപ്രസ്റ്റേഷ്യാണ്. പാൻക്രിയാറ്റൈറ്റിസ് ഉറപ്പിച്ച് പഠിക്കണം. കള്ളൻ സൈൻ, ഗ്രേറ്റേണർ സൈൻ വെക്കണം. അതിൽ കള്ളൻ സൈൻ എന്ന് പറഞ്ഞാൽ ബ്ലൂയിഷ് ഡിസ്ക്ലറേഷൻ അറൌണ്ട് ദി ആംബിലിക്കസ് ആണ്. അതുപോലെ ഗ്രേറ്റേണർ സൈൻ എന്ന് പറയുന്നത് ബ്ലൂയിഷ് ഡിസ്ക്ലറേഷൻ അറൌണ്ട് ദി ഫ്ലാങ്സ് ആണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ സ്പ്ലീന്റെ റപ്ചർ പഠിക്കുമ്പോൾ കേഴ്സ് സൈൻ മാർക്ക് ചെയ്ത് വെക്കണം. അത് വേണമെങ്കിൽ ചോദിക്കാം. ലെഫ്റ്റ് ഷോൾഡർ ടിപ്പിൽ വരുന്ന പെയിൻ ആണ് കേഴ്സ് സൈൻ വരുന്നത്. പോളിസിസ്റ്റൈറ്റിസിൽ അതുപോലെ തന്നെ റൈറ്റ് ഷോൾഡർ ടിപ്പിൽ ബുദ്ധിമുട്ട് വരാം ഡ്യൂ ടു ഫ്രണ്ടിക് നെർവിന്റെ ഇറിറ്റേഷൻ കൊണ്ട്. അപ്പൊ അത് ഉറപ്പിച്ച് പഠിക്കണം. ക്രോൺസ് അൾസറേറ്റീവ് കൊളൈറ്റിസ് വളരെ പ്രധാനമാണ്. അതിന്റെ ഡിഫറൻസ് പഠിക്കണം. അപ്പോൾ അത് ക്രോൺസ് 4 ലെയറിനെ ബാധിക്കും. കൊളൈറ്റിസ് ശരിക്കും പറഞ്ഞാൽ 1 ലെയറിനെ ബാധിക്കുള്ളൂ. ക്രോൺസ് എവിടെ വേണമെങ്കിലും വരാം. കൊളൈറ്റിസ് ടിപ്പിക്കലി കോളനിൽ തന്നെയാണ് വരാനുള്ള സാധ്യത. അപ്പൊ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻസിൽ നമ്മൾ കൊളനോസ്കോപ്പി നോക്കും, ബേറിയം മെലേനിയം നോക്കും. ഇതെല്ലാം ഉറപ്പിച്ച് പഠിക്കണം. പിന്നെ അതിന്റെ മാനേജ്മെന്റ് പ്രോട്ടോകോൾ നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. കൊളൈറ്റിസും ക്രോൺസും വളരെ പ്രധാനമാണ്. അതിന്റെ കോംപ്ലിക്കേഷൻസ് പഠിക്കണം. റെക്ടം ആൻഡ് അനൽ കനാലിൽ ഓൾറെഡി പറഞ്ഞാണ്. അപ്പൊ അതിന്റെ അപ്ലൈഡ് അനാറ്റമി നിങ്ങൾ എഴുതണം, അത് വരയ്ക്കണം. ഇന്റേണൽ സ്റ്റിഞ്ചർ, എക്സ്റ്റേണൽ സ്റ്റിഞ്ചറിന്റെ കാര്യം മെൻഷൻ ചെയ്യണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അതിൽ ഏറ്റവും ഉറപ്പിച്ച് പഠിക്കേണ്ടത് ഭഗന്തരം തന്നെയാണ്. ഫിസ്റ്റുല നാനോ എല്ലാ കാര്യങ്ങളും എഴുതണം. അതിലിപ്പോ ക്ഷാരസൂത്രം എഴുതണം. ഇനി നമ്മൾ അടുത്ത കാര്യം അർഷസ് എല്ലാ കാര്യങ്ങളും പഠിക്കണം. അതിന്റെ ട്രീറ്റ്മെന്റ് ഉൾപ്പെടെ ചതുർവിധ ഉപായം ഉൾപ്പെടെ പഠിക്കണം. അങ്ങനെ തന്നെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അതിൽ നമ്മൾ ക്ഷാരകർമ്മത്തിന്റെ കാര്യം മെൻഷൻ ചെയ്യണം. അപ്പൊ ഇത്തരത്തില് ആ 2 ടോപ്പിക്സ് നിങ്ങൾ ഉറപ്പിച്ച് പഠിച്ചോളൂ. എന്തായാലും 2 or 3 ചോദ്യം അതിന്റെ അകത്ത് തന്നെ കിട്ടും. നമ്മൾ ഉള്ളിൽ കൊടുക്കണം മെഡിസിൻസിന്റെ കാര്യം ആ കൂട്ടത്തിൽ മെൻഷൻ ചെയ്യാം. ഇനി അതിൽ നമ്മൾ പറയണ പഥ്യത്തിന്റെ കാര്യം, ഇപ്പൊ ഭഗന്തരത്തിൽ 1 കൊല്ലം പഥ്യം പറയണത്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സ്വാഭാവികമായിട്ടും അതിൽ മെൻഷൻ ചെയ്യാൻ പറ്റും. ആനോറക്ടൽ അബ്സസും കൂടെ ആ കൂട്ടത്തിൽ പഠിച്ചു വെക്കാം. റീനൽ കാൽക്കുലൈ, ബി പി എച്ച് എഴുതുമ്പോൾ PSAയുടെ കാര്യം മെൻഷൻ ചെയ്യണം. ഫൈമോസിസ്, ഹൈഡ്രോസിൽ, ഇത്തരം ടോപ്പിക്സ് ഉറപ്പിച്ച് പഠിച്ചോണം. ഇതിന്റെ ഒന്ന് ഉറപ്പായിട്ടും 1-2 ചോദ്യം ചോദിക്കാം. റീറ്റൻഷൻ ഓഫ് യൂറിൻ, എപ്പിഡിഡൈമിറ്റിസ് 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അക്യൂട്ട് അബ്ഡമൻ, TB സ്പൈൻ, ബ്രസ്റ്റ് അബ്സസ് 3 മാർക്കിന് ചോദിക്കാം. ലിവർ അബ്സസ്, നിയോപ്ലാസം ഓഫ് ലിവർ, നിയോപ്ലാസം ഓഫ് കിഡ്നി. ഹെർണിയ ഓൾറെഡി പറഞ്ഞ ടോപ്പിക്കാണ്, ഉറപ്പിച്ച് പഠിക്കേണ്ട ഏരിയ ആണ്. ആന്ത്രവൃത്തി നോക്കണം. അപ്പൊ ഹെർണിയ 10 മാർക്കിന് വേണ്ടിയിട്ടുള്ളത് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. അതിന് ഞാൻ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് എല്ലാം വെച്ചിട്ട് ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ, ക്ലിനിക്കൽ എക്സാമിനേഷൻസ്, ആ പോയിന്റ്സ് എല്ലാം വെച്ചിട്ട് തന്നെ ട്രീറ്റ്മെന്റ് ഉൾപ്പെടെ അത് 3 സർജറി ഉൾപ്പെടെ തന്നെ എന്താണെന്ന് എഴുതാൻ പാകത്തിനുള്ള ഉറപ്പിച്ചു വേണം ഹെർണിയ പഠിക്കാനായിട്ട്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭഗ്നം ARCയിൽ തന്നെ ഭഗന്തരം, അർഷസ്, പിന്നെ ഭഗ്നത്തില് ഷോൾഡർ, ഹിപ്പ്, കോളിസ് ഫ്രാക്ചർ, ഇത്രയും ഭാഗം പഠിക്കുക. ഹെർണിയ പഠിക്കുക. ഇത്രയും കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ നല്ല ഒരു ഏരിയ നിങ്ങൾക്ക് ഉറപ്പിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ഏരിയ കിട്ടുകയാണ്. ഇനി ആ കൂട്ടത്തിൽ തന്നെ യൂറിനറി സിസ്റ്റം ഉറപ്പിച്ച് പഠിക്കുക. അപ്പൻഡിസൈറ്റിസ്, കോളിസിസ്റ്റൈറ്റിസ് ഉറപ്പിച്ച് പഠിക്കുക. ഇത്രയും ഏരിയ നിങ്ങൾ നല്ലപോലെ നോക്കി പോകാൻ നിങ്ങൾക്ക് നല്ല ഏരിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കിട്ടും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ വെക്കുക. അപ്പോ ഈ 3 ദിവസം കൊണ്ട് പാസ്സാവുമോ ഇല്ലയോ എന്ന് ടെൻഷൻ ഉള്ളവര് ഇത്രയും ഭാഗം ഉറപ്പിച്ച് പഠിച്ച് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പരീക്ഷ പാസ്സാവാൻ വേണ്ടി ശ്രമിക്കുക. നല്ല മാർക്ക് എയിം ചെയ്യണ എല്ലാവരും റാങ്കിന് വേണ്ടി തന്നെ ഞാൻ മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചിത്രം വരയ്ക്കുന്ന ഉൾപ്പെടെ പ്ലാൻ ചെയ്ത് നല്ല ഭംഗിയായിട്ട് പരീക്ഷ എഴുതുക. യോഗങ്ങളെല്ലാം ഉൾപ്പെടുത്തുക. ഈ ഇത്ര ഏരിയ നല്ലപോലെ ഉറപ്പിച്ച് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുന്നതായിരിക്കും.